സ്വാമി ശരണം. എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രം. ഇവിടുന്ന് 35 കിലോമീറ്റർ കാനനപാതയിലൂടെ നടന്ന് വേണം ഇനി ഞങ്ങൾക്ക് ശബരിമലയിൽ എത്താൻ. കോട്ടയം ജില്ലയിലാണ് എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരാൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ 45 കിലോമീറ്ററും പിന്നുള്ളത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ 41 കിലോമീറ്ററുമാണുള്ളത്. എരുമേലി ടൗണിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ഇടത്താവളമാണ് എരുമേലി. ഉദയനനെ ജയിക്കാനായി അയ്യപ്പൻ ജൈത്രയാത്ര നടത്തിയത് എരുമേലിയിൽ നിന്നുമായിരുന്നു. എരുമേലി പേട്ടതുള്ളൽ. മഹിഷിയെ കൊന്ന് നാടിനെ രക്ഷിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് എരുമേലി പേട്ടതുള്ളൽ. ശബരിമലയിൽ വരുന്ന ഓരോ കന്നി അയ്യപ്പന്മാരും എരുമേലിയിൽ പേട്ടതുള്ളാറുണ്ട്. കുംഭമാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടുത്തെ ഉത്സവം. പുത്തൻ വീട്. അയ്യപ്പൻ്റെ വാള് ഇന്നും ഒരു നിധി പോലെ ഈ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എരുമേലി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എരുമേലി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വാവറുപള്ളിയുടെ അവിടേക്ക് വരുമ്പോൾ വലതു സൈഡിൽ ഒരു ചെറിയ ആർച്ച് കാണാം. ആർച്ച് കടന്ന് സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് പുത്തൻ വീട്ടിലേക്കാണ്. അധികം ആരും ഇവിടേക്ക് വരാറില്ല. ഈ വീടിന് 800 വർഷത്തിൽ കൂടുതൽ പഴക്കം പറയുന്നുണ്ട്. പുലിപ്പാലിനിറങ്ങിയ അയ്യപ്പൻ എരുമേലിയിലെത്തിയപ്പോൾ സന്ധ്യാസമയമായിരുന്നു. അവിടെ വനത്തിൻ്റെ നടുവിൽ വിളക്കിൻ്റെ വെളിച്ചം കണ്ട് ഈ വീട്ടിലേക്ക് അയ്യപ്പൻ എത്തുകയായിരുന്നു. ഒരു മുത്തശ്ശി മാത്രമായിരുന്നു ആ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അയ്യപ്പന് നല്ല വിശപ്പുണ്ടായിരുന്നു. മുത്തശ്ശി പൂജയ്ക്ക് വെച്ച അവലും മലരുമെല്ലാം അയ്യപ്പന് കഴിക്കാൻ കൊടുത്തു. ഇപ്പോൾ മഹിഷിയെപ്പറ്റി മുത്തശ്ശി അയ്യപ്പനോട് പറയുകയുണ്ടായി. രാത്രി ഇവിടെ തങ്ങാനും പറഞ്ഞു. രാത്രിയിൽ തന്നെ അയ്യപ്പൻ വനത്തിലേക്ക് പോയി മഹിഷിയെ നിഗ്രഹിച്ച് രാവിലെ തിരിച്ചു വന്നു. മഹിഷിയെ കൊന്ന ആ വാൾ ഒരു കുളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകുകയായിരുന്നു. ഇന്നും ഈ വീട്ടിൽ ആ വാള് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഈ നിലവറയിൽ കാണുന്നതാണ് ആ വാള്.